നമുക്കൊരു കക്ക ഫ്രൈ ഉണ്ടാക്കിയുള്ളൂ ഗായ്സ്. നമസ്കാരം ഗായ്സ്. കക്ക നല്ല വൃത്തിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് കഴുകിയെടുക്കുക. 2-3 വട്ടം കഴുകി അതിൽ കല്ലും കരടും ചില പ്ലാസ്റ്റിക്കും എല്ലാ സാധനവും ഉണ്ടാവും കക്കയിൽ, മണ്ണിലുണ്ടാവണതല്ലേ. കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാടൊന്നും തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. കക്ക ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. കക്ക നല്ലപോലെ ബോയിൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുക്കുക. ഊറ്റണേക്കാളും നല്ലത് അതൊരു സ്ലൈസർ കൊണ്ട് ചെറുതായിട്ട് കോരി എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും മണ്ണൊക്കെ കുറച്ചുകൂടിയൊക്കെ മണ്ണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് താഴത്തേക്ക് ആ വെള്ളത്തിൽ തന്നെ കിടക്കും. അതെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് കട്ടിയുള്ള ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. നാടൻ വെളിച്ചെണ്ണ. നമ്മൾ നാടൻ സ്റ്റൈലിലാണ് കക്ക ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ആലപ്പുഴക്കാരുടെ ഒരു സ്റ്റൈലിലാണ് കക്ക ഫ്രൈ ചെയ്യണം. അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് മൂപ്പിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും വേപ്പിലയും ചേർക്കുക. വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയ ശേഷം അതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് ചേർക്കുക. സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചതിൽ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട്, ഒരുപാടൊന്നും വഴറ്റണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച കക്ക ചേർക്കുക. ചെറിയ കക്കയാണ്, ഒരുപാട് വലിപ്പമുള്ള കക്കയൊന്നുമല്ല. അപ്പം അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. നല്ലപോലെ വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ മണ്ണ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ വായിൽ വെക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ചില സ്ഥലത്തൊക്കെ കക്കയുടെ വയറ് പൊട്ടിച്ച് അത് ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടെ വലിയ കക്കയാണെങ്കിൽ മാത്രം അത് ക്ലീൻ ചെയ്തെടുക്കും, ഇല്ലെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യാറില്ല. അങ്ങനെ കഴിയും. അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കാൽസ്യത്തിനൊക്കെ നല്ലതാണ്, കാൽസ്യം കൂടാനൊക്കെ നല്ലതാണ് അത്. അതിനുശേഷം നമ്മൾ ഒരു തട്ടിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, അല്പം ചില്ലി ഫ്ലേക്സ്, അല്പം മല്ലിപ്പൊടി. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ആ പൊടികളൊന്ന് യോജിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക. വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്തങ്ങ് യോജിപ്പിക്കുക. കക്ക ഫ്രൈ ആവാൻ കുറച്ച് സമയമെടുക്കും. നല്ലപോലെ കൈ എടുക്കാതെ വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത് കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ കക്ക ഫ്രൈ റെഡിയാവും. ഇതിപ്പോൾ എൻ്റെ വളയിട്ട കൈകൾ അത് പ്ലേറ്റ് ചെയ്യുവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ഞങ്ങളെന്തായാലും അത്താഴത്തിന് അത് കഴിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, താങ്ക് യു ഗായ്സ്.